വിദ്യകൾ നമ്മൾ കേറിക്കൊള്ളും. പിന്നെ ഈ പ്രേമവും വീഞ്ഞും തമ്മിലുള്ള വ്യത്യാസം അറിയോ? എന്താണ്? പഴകും തോറും വീര്യം കൂടും. ഇത് വഴകി പുളിച്ചു പോയല്ല. അതെ, ലൈറ്റ് അണയ്ക്കാം. ലൈറ്റ് ഓഫ് ചെയ്യരുത്. ലൈറ്റ് ഇട്ടിട്ട് തന്നെ കാണാൻ പറ്റില്ല. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും. ലൈറ്റ് ഓഫ് ചെയ്യരുത്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും. ലൈറ്റ് ഓഫ് ചെയ്യരുത്. എന്നാ കാണിക്കുന്നത്? പഞ്ചപാണന്റെ മേളം എന്റെ ടോണ് കേട്ടോ. ഓക്സിജൻ സിലിണ്ടർ കേട്ടോ വന്നേക്കണത്. അതെ, അവിടെ കിടന്നു പറഞ്ഞു. വയ്യാത്ത പട്ടി കയ്യാല് കയറില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. കിടന്നു. എന്റെ ഭഗവാനെ, ഇനി 1 മാസം ഞാൻ ഈ കാട്ടുപോത്തിന്റെ കൂടെ ജീവിക്കണം. ഇനി എന്തായാലും ധൈര്യമായിട്ട് ലൈറ്റ് ഓഫ് ചെയ്യാം. 1 മാസം എന്ന് പറഞ്ഞിട്ട് 1.5 മാസമായി. തള്ളതെ പയറ് പോലെ ചാടി നടക്കേ. ഞാനാണ് ഇവിടെ മുറുക്കാനടിക്കും, കഷായം ചൂടാക്കിയും, വെള്ളം ചൂടാക്കിയും, പാതിരാത്രി മൊത്തം ഉറക്കം നിന്ന് അവരെ പുറന്തറയിൽ കൊടുക്കണം. ഈ കണക്കിന് പോയ 1 മാസം കൂടി ഞാൻ മുമ്പോട്ട് പോകുന്നു എന്നല്ല. ഇതൊക്കെ എന്റെ തലയെ കെട്ടി വെച്ചെന്നാ എന്റെ അപ്പനും എന്റെ ഒരു കാമുകിയും അവക്കൂടെ ഒരു കൂതറ തന്തയും പിന്നെ ഒരു കുണഞ്ഞ കണിയാനുണ്ട്. ഇവരെ ഈ ദേശത്തേക്ക് കാണാനില്ല. എപ്പോഴെങ്കിലും വന്നോ? മറ്റേ പുള്ളിന്റെ എന്റെ അച്ഛൻ ഹാജർ ഹാജർ കയറി കാര്യം തന്നെ ഓടിക്കും ഞാൻ. 1 മാസം എന്ന് പറഞ്ഞാണ് ഈ സാധനത്തിന് എന്റെ തലയെ കെട്ടിയെടുത്ത്. അതിപ്പോ എത്ര മാസേ രാവിലെ ഓടാൻ പോയേക്കുവാ. ദൈവം ഇങ്ങോട്ട് നമ്മളെല്ലാം കൂടെ ചേർന്നാണ് പുള്ളിയെ കെണിയിലാക്കിയത്. എന്റെ മകളെ 1 മാസം എന്ന് പറഞ്ഞാൽ 1.5 മാസമായി. പുള്ളി എങ്ങനെ നിർത്തിയിരിക്കാൻ പറ്റില്ല? എന്റെ മകളെ എങ്ങനെ നിർത്തിയിരിക്കാൻ പറ്റില്ല? അതാ പറഞ്ഞ ഞാൻ വിളിച്ചോടി പോകും. അപ്പൊ ആ തള്ളേ അച്ഛൻ പുറിയല്ല, അച്ഛനെടുത്തു. അച്ഛന് വേണ്ടത്. നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലാതെ എന്റെ മോളെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. ഇവിടെ എന്നും പറഞ്ഞിരിക്കാ തള്ളനെ കൊല്ലാൻ പറ്റുമോ? നീ വന്നേ, നമുക്ക് അങ്ങ് തട്ടിക്കളഞ്ഞാലോ? നീங்க വന്നേ. ഇവിടെ അങ്ങനെയാണെങ്കിൽ പണ്ട് ഞാൻ ബോംബെയിലായിരുന്നു. എന്റെ പരിചയത്തിൽ ഒരു പ്രൊഫഷണൽ കില്ലറുണ്ട്. അയാളെ എപ്പോ വിളിച്ചു എന്റെ ഒന്നും ഉണ്ടായിരിക്കും. ടെൻഷൻ കയറിയിരിക്കുന്ന ക്ഷീണിച്ചു പോയിട്ട് എന്തിങ്ങനെ കറുത്തു പോയത്? പൈസ പെട്ടെന്ന് വരാൻ ഇവിടെ വരാൻ പറഞ്ഞ ചേട്ടനെ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളോട് സംസാരിക്കുന്നുണ്ട് എനിക്ക് ദേഷ്യം പറ്റണോ? കാപ്പി കുടിച്ചായിരുന്നു? ഇല്ല. ഞാൻ കാപ്പി എടുത്തോട്ടെ. എന്റെ കില്ലറെ, ഇനി എന്നാണാവോ നിന്റെ എൻട്രി? കൈപൊക്കി നിൽക്കുന്നവരെ ഞങ്ങൾ ഒരിക്കലും വെടിവെക്കാറില്ല. ആരാണാവോ? മോനായി. ഇല്ല, മോനൊന്നും ആയിട്ടില്ല. 1 മാസം കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു. അരെ ചുപ്രകൾ താളെ. ബോംബെ അതോ ലോകത്തെ കിടുകിട വിറപ്പിച്ച ഒരേ ഒരു പ്രൊഫഷണൽ കില്ലർ മോനായി. അല്ല, ഇതെന്താ ഇപ്പൊ ഇങ്ങോട്ടെന്താ എന്നെ കൊല്ലാൻ നോക്കണത്? തന്നെയല്ലേ തട്ടേണ്ടത്? അയ്യോ, ഞങ്ങൾ ഫോട്ടോ അയച്ചു തന്നില്ലായിരുന്നാ? ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞാൽ ഫോട്ടോ അയച്ചു തരിക. അല്ലാതെ തിരിച്ചറിയൽ കാർഡ് അയച്ചു തന്നാൽ ആ തിരിച്ചറിയൽ കാർഡിലെ ഫോട്ടോ നോക്കി ഞാൻ ആളെ എങ്ങനെ തിരിച്ചറിയും മിസ്റ്റർ? ഞങ്ങൾക്ക് ചെറിയൊരു കയ്യപ്പോ. ഇനിയിപ്പോ ആരെയാ നമുക്ക് തട്ടേണ്ടത്? കിടക്കണണ്ട, ആ സാധനത്തിനാണ് തട്ടേണ്ടത്. എങ്ങനെ തട്ടണം തനിക്ക് തീരുമാനിക്കാം. വെടിവെച്ച് വന്നോ? വെടിവെച്ച് കൊല്ലല് നടക്കില്ല. എന്താണ്? കാരണം ഞാനിപ്പോ വന്നപ്പോ ഒരു ഷോ കാണിച്ചില്ലേ, തോക്കിലെ ഉണ്ട എല്ലാം മിസ്സായി പോയി. ഇതാണ് തോക്കാണ്. ഇതെന്ത് പറഞ്ഞാൽ കൊല്ലണ്ടേ? ധൈര്യമായിട്ടിരിക്കെ. ഈ സൂട്ട് കേസ് നിറയെ വെപ്പൺസ് ആണ്. ഏത് കത്തി വേണമെന്ന് തനിക്ക് തീരുമാനിക്കാം. ഈ കത്തി എടുത്തു. ആ കത്തിന്റെ പിടിയോടിഞ്ഞിരിക്കും. എന്നാ പിന്നെ ഈ കത്തി എടുക്ക്. അയ്യോ, അത് ബോസ് കരിക്കരിയാണ് കത്തിയാണ്. എന്നാ പിന്നെ ഇതെടുക്ക്. ചാളവട്ട കത്തിയാണ്. ലേശം സ്മെല്ല് ഉണ്ടാവും. അതെ, കില്ലർ ചെയ്യാൻ വല്ല ചില്ലറെന്നു പറഞ്ഞു വരുമോ? പേടിക്കേണ്ട മിസ്റ്റർ. നമുക്ക് ഗറില്ല യുദ്ധത്തിന് ഉപയോഗിക്കുന്ന അമ്പും വില്ലും ഉപയോഗിച്ചാൽ. അല്ല, ഈ രൂപത്തിന് ഗറില്ലയുടെ സംഭവം തന്നെ വേണം.
അല്ല, നമുക്ക് ആ ഭാഗത്ത് ഒരു ഏറുമാടം കെട്ടേണ്ടി വരും. എന്നിട്ട് 3 ആഴ്ച അതിന്റെ മുകളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്താലേ എനിക്ക് ഈ സാധനത്തിന് കത്താൻ പറ്റും. അതെ, ഒറ്റ മാസം ഒന്നും പറഞ്ഞ് കെട്ടി വലിച്ചിട്ടുന്ന സാധനം ഇത്. ഇപ്പൊ മാസം 3 ആയി. ഈ താൻ ഏറുമാടം കെട്ടി അതിന്റെ ഉള്ളിൽ നിന്ന് ഉന്നവും പഠിച്ചു വരുമ്പോൾ ഇത് ലൈഫ് ലോങ് ആയി പോയിടോ. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആ കഴുത്തങ്ങ് കണ്ടിച്ചിട്ട് ഒരു ഡ്രമ്മിലേക്ക് എടുത്തിടാം. അവിടെ കിടന്ന് പിടച്ച് ചത്തോളൂ. ഇറച്ചിക്കോയുടെ പരിപാടി ഉണ്ടായിരുന്നല്ലേ? ഒന്നുമില്ല. ഓണം, വിഷു, റംസാൻ ആഘോഷങ്ങൾ എന്തു ആയിക്കോട്ടെ, ഓനായി കോഴി കൊന്നിരിക്കും. ഒരു കിലോ എടുക്കട്ടെ. ഇവിടെ ഇറച്ചി വെട്ടാൻ വന്നല്ല, ആടെ കൊല്ലാൻ വന്ന. എങ്ങനെ കൊല്ലണം അത് പറയൂ. എങ്ങനെ കൊന്നാലും വേണ്ടില്ല, വേദനിപ്പിക്കരുത്. എങ്കിൽ നമുക്ക് കരിക്കല്ലിൽ ഇടിച്ചു കൊന്നാലോ? വേദനിപ്പിക്കാതിരുന്നാ മതി. ഓക്കെ, ഞാൻ എന്റെ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. I will kill you. എന്നെ ആയു ആണോ? താനെന്തിനാ എന്റെ പുറകെ വരുന്നത്? അല്ല, ചുമ്മാ കണ്ടോണ്ടിരിക്കല്ല. എന്നിട്ട് വേണം കോടതിയിൽ പോയി ഞാനാണ് കൊന്നതെന്ന് സാക്ഷി പറയാനല്ലേ? അതിപ്പോ മനുഷ്യൻ Get lost and get out. പിന്നെ ഉണ്ടയില്ലാത്ത നോക്കുമ്പോണ്ടാണ് എന്നെ വെടിവെക്കുമ്പോ. ഇതാണ് എനിക്ക് വേണ്ടത്. പക്ഷേ ചോര കണ്ടറപ്പ് മാറിയവനാണ് മോനായി. മോനായിക്ക് മുന്നിൽ സെന്റിമെന്റ്സ് ഇല്ല. ഞാൻ എന്റെ ദൗത്യം തുടങ്ങിക്കഴിഞ്ഞു. നീ ഇതെങ്ങടാ ഓടണേ? ദേ കുറുമ്പ് കാണിച്ച അടി മേടിക്കട്ടെ നീ. അമ്മ 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 കണ്ടെത്തി, ഞാൻ എന്റെ അമ്മയെ കണ്ടെത്തി. എന്റെ പൊന്നോ, പെറ്റതള്ളല്ലാത്തതുകൊണ്ടാണ് ഒടുക്കത്തെ. എന്നാലും ഇന്നോടിക്കും ഞാൻ പ്രൊഫഷണൽ കിട്ടുന്ന മോനായി അല്ല. എന്റെ അമ്മയുടെ സ്നേഹം അറിയാത്ത അമ്മയുടെ ഉണ്ണിക്കുട്ടനാണ്. പറയിക്കോ, ഇത്ര പെട്ടെന്ന് ഫിനിഷ് ചെയ്താ? എന്തിനാണ് നീ നല്ലത്? നിങ്ങളൊരു അച്ഛനാണോ? ആരാ? എന്തേ നിന്റെ അച്ഛനാവണത്? സ്വന്തം മകനെ കത്തി കൊടുത്തയച്ച് സ്വന്തം അമ്മയെ കൊല്ലിക്കാൻ ശ്രമിക്കുക. ഈശ്വര, ഈ പാപമൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുപോയി വീട്ടുക. പിതാവേ പറയൂ, എവിടെയാണ് ഭക്ഷണം? എന്തിനാ കാര്യം എന്താ? എനിക്ക് പാപത്തിന്റെ കറ കഴിയിക്കണം. എന്റെ ദൈവം, ഇതെന്തൊക്കെ ഇവിടെ നടക്കണത്? എന്നെക്കാളും 10-15 വയസ്സ് മൂപ്പുള്ള ഒരു തള്ളേനെ ഞാൻ കെട്ടേണ്ടി വന്നു. ഇപ്പൊ എന്നെക്കാളും 5 വയസ്സ് മൂപ്പുള്ള ഒരു മോനി എനിക്ക് വന്നേക്കണത്. ഈ തള്ള കാരണം ഞാൻ ഇനി ആരുടെയൊക്കെ മക്കളായിട്ട് ജനിക്കേണ്ടി വരും ദൈവമേ. 6 മാസങ്ങൾക്ക് ശേഷം അമ്മോ, ചമത ഇടിച്ചു കൂട്ടി. ഈ തള്ളക്ക് കഷ ഉണ്ടാക്കി ഞാൻ ചാവുള്ളൂ. 1 മാസം ഒന്നും കൊണ്ട് ഇപ്പൊ 6 മാസമായി. ഇതെല്ലാം ഏൽപ്പിച്ചെന്ന് എന്റെ തന്തേനെ തള്ളേനെ ഒരാളെ കാണാം. ബാബേട്ടാ, ആ എവിടെയാണ് കണ്ടിട്ട് കുറെ ആളായല്ല. ബാബേട്ട എന്നെ അനുഗ്രഹിക്കണം. എന്താണ് കാര്യം എന്താണ്? വീട്ടിൽ ഒരേ നിർബന്ധം, വേറെ കല്യാണം കഴിക്കണം, വേറെ കല്യാണം കഴിക്കണമെന്ന്. നിന്റെ അച്ഛനായിരിക്കും. ഞാൻ തന്നെയാ. പിന്നെ എത്ര നാളെന്ന് വെച്ചിട്ടാ ബാബുവേട്ടനെ കാത്തിരിക്കുന്നത്? ആ 18 തള്ളയാണെങ്കിൽ ചാവൂല്ല, നമ്മുടെ കല്യാണം ഒട്ടും നടക്കുകയില്ല. അവസാനം ഇന്ന് രാവിലെ 10:30 എന്റെ കല്യാണമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, ചേട്ടനുണ്ട്. ചേട്ടാ, ഈ ലഗ്നത്തിൽ വിഘ്നന്റെ ഒരു അഭാവം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോ അങ്ങനെ കവടിയിട്ട് നോക്കിയപ്പോ കവടി നേരെ എന്റെ നേരെ നിൽക്കുക. അപ്പൊ ഞാൻ വെച്ച കണിക്കാൻ ഞാൻ തന്നെ വിധി കൊണ്ടു അങ്ങനെ കെട്ടി. കണിയാനൊന്നും വന്നേ. നീയും വാ. കണിയാനപ്പ ഇതിന്റെ ഇടയിൽ കിടന്ന് കബഡി കളിക്കായിരുന്നല്ലേ? ഞാൻ സത്യസന്ധമായിട്ട് കാര്യം ചോദിക്കട്ടെ? എന്താണ്? എന്റെ തലയെ കെട്ടിവെച്ചെന്ന സാധനം കണിയാന്റെ വല്ല ബന്ധു വല്ലതാണ്? അമ്മ വഴി ചെറിയൊരു ബന്ധമുണ്ട്. എന്താണ്? ഒരു വകയിലൊരു മൂത്തമ്മ ഇട്ടു. നിന്റെ മൂത്തമ്മയാണത്? ബാബുവേട്ടൻ ഇനി അതും ഇതൊന്നും പറയണ്ട. എന്തായാലും ബാബുവേട്ടൻ ഒരു ജീവിതമായി, ഞങ്ങൾക്ക് ഒരു ജീവിതമായി. ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ കല്യാണ റിസപ്ഷൻ ആണ്. ബാബുവേട്ടൻ തീർച്ചയായിട്ടും വരണം. പഴയതൊക്കെ മനസ്സിൽ വെച്ച് ഭാര്യയും ഭർത്താവും കൂടി വരാതിരിക്കുന്നു. ഞാനും ഭാര്യയും ഭർത്താവും ഒന്നും കൊച്ചൊറ്റക്കായി പോകൂലേ? അതിനിടയ്ക്ക് കൊച്ചുവായോ? അല്ല, ഇതൊക്കെ വാങ്ങി അതാവാനാണ് പാട്. ഉണ്ണിക്കുട്ടാ എവിടെ? നല്ല വളർന്നേ. ബോൺവിറ്റ കിട്ടിയില്ല. മനസ്സിലായില്ല? ഇതേതാ ഈ ആന്റി? അയ്യോ, ഈ ആന്റിനെ മനസ്സിലായില്ലേ? ഇല്ല. കുറച്ചു നാൾ മുമ്പ് അച്ഛൻ്റെ സ്ലിപ്പായി പോയതാ. പിന്നെ അങ്കിള് പുള്ളിയാണ് കഷ്ടപ്പെട്ട് അതിനെ സ്ലിപ്പാക്കിയത്. ഇതിൽ നിന്നൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? പെണ്ണെന്ന് പറഞ്ഞ അമ്മയാണ്, സഹോദരിയാണ്, ഭാര്യയാണ്. പക്ഷെ നീയൊക്കെ കൂടി എന്റെ തലയെ കെട്ടി വെച്ചാ ഞാൻ എന്ത് പേര് വിളിക്കൂടി? ചേട്ടാ വന്നി. ഇതെന്തിനാണ്? ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്റെ പൊന്നു ദൈവമേ, നീ ഇതിനെ മേലോട്ട് എടുക്കില്ല. എന്നെങ്കിലും ഒന്ന് മേലോട്ട് എടുത്തിട്ട് പോ. അയ്യോ.